ഇത് നല്ല രസമായില്ലേ? ഇതാ മായമാജിക്കൊന്ന് കാട്ടി കൊടുക്കണം. ഓരോ കോടിയിലെ ദിവസം കുളിച്ചിറങ്ങിയിട്ട് പുളിച്ച ചീത്ത ആ കുരിപ്പിനെ കൊണ്ട് നീ തള്ളി. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? കാക്ക കുളിച്ച കൊക്കാവിനെ പറ്റിയ കുഞ്ഞാരപ്പച്ച ഇവിടേക്ക് എത്തിനാ കൊടുത്തു ഇവിടെ ആകെ ഒഴിച്ചാലും റൂമ ഒരു 5-8 പേരും കൂടി പറഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നിന്നില്ല. വണ്ടി എടുക്കേ. എവിടേക്ക് പോണെന്നെങ്കിലും പറയും. വണ്ടി എടുക്കേ. പൈസ എന്നിട്ടല്ലേ ആരെ കണി കണ്ടാണോ? ആര് പറഞ്ഞു? ഇവിടെ എന്തൊക്കെ കാണാണ്ട് എനിക്കറിയോ? ഇപ്പച്ചി നോണ പറയണ്ട. ഇവിടെ ഓരോ സാധനത്തിൽ കയറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ തല്ലാനല്ലേ? ഏയ് ഇപ്പച്ചി ആൾക്കാര് മുഴുവൻ പറയാ എന്തിനാ ആ കുട്ടി അങ്ങനെ തല്ലുടൂ. ഇപ്പച്ചിന്റെ കുട്ടീനെ ഞാൻ എല്ലാത്തിനും ജിയോ വേണട്ടോ, എന്നാലേ പൈസ ഒരാളുണ്ടാവുള്ളൂ. എന്റെ ലീവ് കഴിഞ്ഞിട്ടോ, ഞാൻ അടുത്ത ആഴ്ച പോകും. ഇജ്ജും കൂടി പോയ ആകെ നാസർക്കുള്ള ഒരു മടിക്ക ബെൽറ്റ് കറങ്ങാണ് നിക്കക്കളില്ലാത്ത ഓട്ട ഇതാ വരുന്നു. നാസർക്ക് സൗദിക്ക് പോയിക്കൂടെ? സാഹസം വിടാൻ സമയല്ല, പിന്നല്ലേ സൗദിയിൽ പോണ്. അതാ പോണ് കണ്ടജ് തല കറങ്ങണ്ടെന്നുണ്ടെങ്കിൽ നടക്കേ. കുഞ്ഞപ്പോ ഉമ്മച്ചി കുളിച്ചാളത് മീൻ വാങ്ങണ്ടാന്ന് ഒരു ലോഡ് മീൻ ഞാൻ കൊണ്ടുപോകും. പറഞ്ഞു നിക്കഴിവില്ലാത്തോട്ടാ നല്ല പൈസ. സൗദിയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഇവിടെ കൂടിയാലോ? ഒന്ന് നിർത്തേ സൈഡാക്കെ. നാസറേ ഒറ്റ മീൻകാരന്റെ അടുത്ത് മീൻ വാങ്ങട്ടെ. ഇപ്പച്ച ഒരു ലോഡ് മീൻ കൊണ്ടിരുന്നു. കിട്ടി. അത് നീ എടുത്തോ? ഇത് ജപ്പാന്റെ ആണോ? അല്ല, രാജപ്പന്റെ ഏതൊക്കെ പറമ്പില്ല. അപ്പൊ ഈ സാധനം ഞാൻ എടുക്കുകയാണ്. സാറേ, കുളിമുറിൽ ആരുണ്ട്? ഇമ്മേ ഇമ്പറ്റാ പൂപ്പച്ചി. പൂപ്പച്ചിയോ പൂമ്പാറ്റ. ഇതാണ് ബട്ടർഫ്ലൈ ഗാർഡൻ തന്നെ. അത് നല്ലോണുണ്ട്. ഞാൻ ആ വാപ്പുട്ടിന്റെ പേരിലും കൂടി പറഞ്ഞിട്ട് വരാം. നിങ്ങള് രാവിലെ തുടങ്ങിയ ഹോട്ടലിൽ പൈച്ചിട്ട് പോയി. നിങ്ങൾ ചായ വെള്ളം ഉണ്ടെങ്കിൽ മേടിച്ചേരി. പൈച്ചുണ്ടെന്നാ പറയണ്ടേ? എനിക്കെന്താ തൊള്ളല്ലേ? മിന്നിത്തിളങ്ങുന്ന കോയപ്പച്ചേ, എന്നൂടെ കൂടെ നീ പോരാമോ? ഞാനിതാ വന്നെത്തി. കൊമ്പൻ കുഞ്ഞേ ബ്രേക്ക് ഇല്ലാതെ കൊടുക്കാൻ പറ്റണേ പോണു. ഉത്സവം ഈ മൈ ലൈഫൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോരാൻ തോന്നില്ല. ചിലപ്പോ ഞങ്ങൾ റൂം എടുത്തിട്ട് നാളെ വരുള്ളൂ. നാളെ ഒരു മൈസൂരാക്കാന്നോ? ആ മുഴുവൻ തിന്നണ്ട, പോയി തിന്നാ മതി, അല്ലെ ഉൽമം കയറും. അത് തിന്ന 2 ദിവസം തിന്നെ വേണ്ട. പോയാ ഇനി തോറ്റ കുത്തിട്ടപ്പച്ച തോറ്റ ചരിത്രം കോയക്കില്ല. കുത്തി കുത്താന വരുമ്പോ അവസാനം. അതുകൊണ്ട് 2 ദിവസം തിന്നണ്ടല്ലോ എനിക്ക്. എങ്ങോട്ടാ പോണു? ജൂനിയേഴ്സ് ഒന്ന് ഇടാന്നടാ. അന്നൊന്ന് കാണാൻ നിൽക്കുന്നത് ഞാൻ. എന്ത് കോയക? എന്റെ കുഞ്ഞാപ്പൂനെ കുത്തിപ്പച്ചിനെ കുത്ത് പോയി ചങ്കള നമ്മള് ഉള്ളത് മൈ ലൈഫ് മെഡിസിറ്റി എന്ന് പറഞ്ഞ ചെറുതുരുത്തിയിലുള്ള ആയുർവേദ വെൽനസ് റിസോർട്ടിലാണ്. അപ്പൊ റിസോർട്ട് മാത്രമല്ല കേട്ടോ, ഒരാൾക്ക് 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ 9 മണി മുതൽ ഒരുത്തനാണ് നാസി കൂസിയാക്കുന്നത്. ഇനി മേലാക്കോന്റെ പന്നെ കണ്ടിട്ടുണ്ട് എന്നെ കണ്ണടിച്ച് ഞാൻ പൊട്ടിച്ചേക്കാം എല്ലാം. എന്താണ് കോയൊക്കെ പറഞ്ഞിരുന്നത്? അനക്കെന്തൊരു പൈസ നിൽക്കുമ്പോഴാണ് ഞമ്മളെ മാറിയത്. അപ്പൊ മൊയ്തുട്ടിക്ക ഒരു ബിസ്ക്കറ്റ് തരിക. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് തരുന്നിട്ട് എന്ത് ബിസ്ക്കറ്റ് തരുന്നറിയാം? പട്ടിക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ്. അത് തന്നെ. വൈകുന്നേരം 5 മണി വരെ അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഈ റിസോർട്ടിൽ ഇവരെ ഡേ ഔട്ട് പാക്കേജ് വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 1500 രൂപ കൊടുത്തു കഴിഞ്ഞാല് എനിക്കിപ്പോ ആവശ്യമില്ലായിരുന്നു. കോയൊക്കെ അയാൾ ഒലക്ക തരും. എന്തായാലും നിങ്ങൾക്ക് നല്ല ഓട്ടാണല്ലോ. അല്ല എവിടേക്ക് നിങ്ങൾ കണ്ടോളൂ ഈ ചറപറാച്ചിട്ട്. അതിന്റെ കാര്യം പറയാതിരിക്കാനല്ലേ, രാവിലെ തുടങ്ങിയതാണ്. എല്ലാ പേരയിലും കേറിറങ്ങുന്നതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, സൗദിയിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ ആ കള്ള നായിന്റെ മോനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടില്ലെങ്കിൽ ഈ നാടൻ കുട്ടിച്ചോറാക്കൂ. അവൻ ഇവിടെ കാട്ടിക്കൂട്ടിയത് എല്ലാം അച്ഛനറിയാം. പേരയിൽ മാത്രമേ ഇയാൾ കേറിറങ്ങുള്ളൂ. അത് ചളി. അതൊന്നല്ല, മൂപ്പരെന്തോ കാര്യം പറഞ്ഞ് ഇറങ്ങിപ്പോരാണ്. അതാ ഓടുന്ന വണ്ടി എന്തോന്നത് വരുന്നുണ്ട്. നാസറെന്താ വണ്ടിന്നൊക്കെ ഇറങ്ങിക്കോളൂ. വണ്ടി പോവാ നേരല്ല ഇപ്പൊ മോന്തിയാവും. നാസർ വണ്ടി എടുക്കേ. എന്താ ഈ പേരയെ കൂടെ നടന്ന് പറയണെന്ന് പറയാതെ ഞാൻ ഈ വണ്ടി എടുക്കൂല. അതറിയാതെ നിന്റെ അമ്മൂമ്മയുടെ ഇൻവെസ്റ്റിഗേഷൻ. എടാ, ഇന്ന് കർണാടക പോലീസ് സിറ്റി മുഴുവൻ തിരക്കുന്ന പ്രൊഫസർ ഫെർണാണ്ടസ് കുര്യനെയല്ല നിന്നെ. വണ്ടി എടുക്കാൻ ഞങ്ങൾ സമ്മതിക്കൂലാന്നോ? നാസർക്കൊന്ന് പിടിച്ച നാസർക്ക പറയ് എന്തൊക്കെ? നാസർക്ക പറയണേ. ഈ അടിയർക്ക് ഞാൻ ആദ്യം
ാണ് ഓന്റെ പെണ്ണിനെ കൊളാബ് ചെയ്തിക്ക ഞാൻ നാട്ടുകാർ പറഞ്ഞിട്ട് വേണമല്ലോ അറിയാനേ. ആഹാ ഓൻ ഞാൻ പറഞ്ഞു കൊടുക്കൂല, നിങ്ങൾക്ക് വേണേ ഞാൻ പറഞ്ഞുതരാം. ഓർന്നേ ആഹാ എന്റെ അമ്മ. ഇവിടെ വാ. സൗദി അറേബ്യയിലുള്ള എല്ലാ മാർക്ക് ആൻഡ് സേവിലും സെപ്റ്റംബർ 17 മുതൽ 23 വരെ ഒരുപാട് സാധനങ്ങൾക്ക് പൗതി പൈസ കൊടുത്താൽ മതി. കെട്ടിച്ചയക്കണ്ടേ? ആണോ? ചീത്തപ്പേരുണ്ടാക്കി വെക്കണോ? വാറുണ്ണി കയറിയ വീടെന്ന് പറഞ്ഞ എന്താ അർത്ഥം? ആന്ന് ഇതാണ് ശരിക്കും 50% ഓഫർ. ഇത് ഞാൻ നാട്ടുകാരെ അറിയിച്ചില്ലേ, പിന്നെ എന്തിനാ ഞാൻ കൊമ്പക്കാട് കോയനറങ്ങോട്ട് ഇതിലടക്കുന്നുണ്ട്. പോയത് പോയി, ബോധമില്ലാത്തവനവൻ. ചിലപ്പോ അവന്റെ കൈ കൊള്ളേണ്ടിയും വരും. അതുകൊണ്ട് പോലീസിൽ ഒരു പരാതി കൊടുക്കണോ? നേരം മോന്തിയായി. മാർക്ക് ആൻഡ് സേവിൽ ഏതായാലും 17 മുതൽ 23 വരെ ഉണ്ടല്ലോ. ബാക്കിയുള്ളടത്തൊക്കെ നമുക്ക് നാളെ പറയാം. നാളെ വേറെ വണ്ടി പോയിക്കോളൂ. ഞാൻ ഇതിപ്പോ നാട്ടുകാര് പുലിവാല് പിടിച്ചതുപോലെ ആയല്ലോ എന്റെ വൈദ്യരെ. എന്തേ? ആറ്റുനോട്ട് ഒരു പൂവൻ കോഴിയെ വളർത്തുന്നതിനെ കാണാനില്ല.